നമസ്കാരം. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. കൃത്യമായ കണക്കുകൂട്ടലോടെ. അതിനു മുൻപ് തൻ്റെ പിതാവ് വിജയുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നീക്കം നടത്തിയപ്പോൾ പിതാവിനെ പോലും തള്ളിപ്പറഞ്ഞു. അത്ര സൂക്ഷ്മമായ നീക്കമായിരുന്നു വിജയുടേത്. MGRൻ്റെയും ജയലളിതയുടെയും പിന്തുടർച്ച രജനീകാന്തിന് അവകാശപ്പെട്ടതായിരുന്നെങ്കിലും ധൈര്യമില്ലാത്തതുകൊണ്ട് ആ പരിശ്രമം നടത്തിയില്ല. ആ കിരീടമാണ് വിജയ് ചൂടിയത്. ജോസഫ് വിജയ് എന്ന തൻ്റെ യഥാർത്ഥ നാമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വിജയ് സകല രാഷ്ട്രീയ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി. വിജയിയുടെ പാർട്ടി ക്ലച്ച് പിടിക്കാതിരിക്കാൻ വിജയ്ക്ക് പ്രകടനം നടത്താൻ പോലും അനുമതി നിഷേധിച്ച കാലത്താണ് വിജയ് തമിഴ്നാടിനെ തൂക്കിയെടുത്ത് ഭരണം ആരംഭിച്ചത്. വിജയുടെ മുമ്പോട്ടുള്ള ജൈത്രയാത്രയ്ക്ക് ബ്രേക്ക് ഇട്ടതുപോലെ നിർത്താൻ ഉത്തരവിട്ട കരൂരിലെ അപകട സ്ഥലത്തേക്ക് കറുത്ത വസ്ത്രമണിഞ്ഞുകൊണ്ടാണ് വിജയ് കഴിഞ്ഞ ദിവസം പോയത്. പോലീസും DMK പാർട്ടിയും തന്നെ ചതിച്ചു എന്ന് വിങ്ങലോടുകൂടി വിജയ് പറഞ്ഞു. ആ ദുരന്തത്തിനിരയായ കുടുംബങ്ങളിലെ എല്ലാവർക്കും സർക്കാർ ജോലി കൊടുത്ത് അവരുടെ കണ്ണീരൊപ്പി. അങ്ങനെ വിജയ് അജയ്യനായി ഭരണപരിഷ്കാരങ്ങളുടെ തേരിലേറി മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം വിജയുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സ്കൂളിൽ നിന്നും രാഷ്ട്രീയത്തെ പടിയിറക്കിയതാണ് ഏറ്റവും ഒടുവിൽ ചെയ്ത മഹത്തായ പ്രക്രിയ. ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു ജനപ്രതിനിധിക്കും ഔദ്യോഗിക പരിപാടിക്കല്ലാതെ സ്കൂളിൽ കയറാൻ അനുമതി നിഷേധിച്ചു. സ്കൂളിൽ രാഷ്ട്രീയം പാടില്ല. അതുവരെ തമിഴ്നാട്ടിലെ നേതാക്കന്മാർ അവരുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നത് പോലും സ്കൂളിലായിരുന്നു എന്നോർക്കണം. വിജയ് പറഞ്ഞു, വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്ത ഒരു പരിപാടിയും സ്കൂളിൽ നടത്തരുത്. കരൂരിലെ വിജയുടെ പരിപാടി സംപ്രേഷണം ചെയ്തതിൻ്റെ പേരിൽ ഒരു പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. താൻ പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ തനിക്കും ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിജയുടെ മുന്നേറ്റം. വിജയുടെ ഭരണം വളരെ വിചിത്രവും എന്നാൽ കയ്യടി നേടുന്നതുമാണ്. എല്ലാ മേഖലയിലുമുള്ള വിദഗ്ധന്മാരെ വിജയ് ഭരണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിലടക്കം സർക്കാർ വകുപ്പുകളുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനികളുടേതുപോലെ മിടുക്കന്മാരായ വിഷയ വിദഗ്ധരാണ്. അമേരിക്കയടക്കം വിദേശ രാജ്യത്തുള്ള പ്രവാസികളായ മിടുക്കന്മാരെ തമിഴ്നാട്ടിലെത്തിച്ച് എല്ലാ മേഖലകളിലും വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുന്നു. തൻ്റെ കൺമുമ്പിൽ വരുന്ന ഒരു പ്രശ്നത്തിന് അപ്പോൾ തന്നെ പരിഹാരമുണ്ടാക്കുന്നു. അത് വിധവയുടെ ആണെങ്കിലും ദരിദ്രരുടെ ആണെങ്കിലും കർഷകരുടെ ആണെങ്കിലും കുടിവെള്ളം മുട്ടിയവരുടെ ആണെങ്കിലും എന്താണ് പ്രശ്നം എന്ന് തിരിച്ചറിയുന്നു. അതിനപ്പോൾ തന്നെ പരിഹാരമുണ്ടാക്കുന്നു. അങ്ങനെ പാവപ്പെട്ടവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി വിജയ് മുന്നേറുകയാണ്. തമിഴ്നാട് ഇതിനു മുമ്പ് ഇങ്ങനൊരു ഭരണം കണ്ടിട്ടില്ല. തൻ്റെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരാനല്ല, തൻ്റെ പോക്കറ്റിലിരിക്കുന്ന പണം പാവപ്പെട്ടവരുടെ പോക്കറ്റിലേക്ക് പോകാനാണ് വിജയ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. അഴിമതിക്കും കമ്മീഷനും വേണ്ടി കഴിഞ്ഞ സർക്കാരുകൾ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും റദ്ദ് ചെയ്ത് സാധാരണ മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. പാവപ്പെട്ടവന് ചികിത്സയും വിദ്യാഭ്യാസവും വൈദ്യുതിയും വെള്ളവും ഒക്കെ സൗജന്യമായി കൊടുക്കുന്നു. 10 രൂപ കൈക്കൂലി കൊടുക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലെങ്കിലും തമിഴ്നാട്ടിലെ പോലീസുകാർക്ക് വാഹന പരിശോധനയ്ക്കും മറ്റും 10 രൂപ കൊടുത്താൽ പോലും കാര്യം സാധിക്കുന്ന കാലമുണ്ടായിരുന്നു. അത്രമാത്രം അഴിമതി ബാധിതമായിരുന്നു തമിഴ്നാട് പോലീസ്. നീതി ഒരിക്കലും സാധാരണക്കാരന് കിട്ടുമായിരുന്നില്ല. ആ പോലീസിനെ ശക്തി തിരിച്ചു കൊടുത്തിരിക്കുന്നു. നിയമവും നീതിയും നടപ്പിലാക്കാത്ത പോലീസുകാരെ ശിക്ഷിക്കും. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് നീതി നിഷേധിക്കപ്പെട്ടാൽ നടപടിയുണ്ടാവും. പോലീസ് സ്റ്റേഷനുകളിലേക്ക് പാവപ്പെട്ട മനുഷ്യർ പ്രവഹിക്കുകയാണ്. മാഫിയ തലവന്മാർ പിന്മാറുകയാണ്. ഇതിനിടെയാണ് ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരു പോരാട്ടം വിജയിക്കുന്നത്. ഗോവധം നിരോധിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് ആ ഉത്തരവ് സ്റ്റേ ചെയ്ത് വാങ്ങി. ഇത് സാധാരണക്കാർക്കിടയിൽ വലിയ കയ്യടിയാണ് വിജയ്ക്ക് നേടിക്കൊടുത്തത്. വിജയുമായി ബന്ധപ്പെട്ട് മറ്റനേകം വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിലൊക്കെ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് ഇനിയും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പ്രചരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സത്യമാണെങ്കിൽ അത്ഭുതമെന്ന് പറയേണ്ടി വരും. ഒന്നാമത്തേത്, അപകടത്തിൽപ്പെട്ട ഒരാൾ ആശുപത്രിയിലെത്തുകയും അയാൾ മരിച്ചു പോവുകയും ചെയ്താൽ അവർ ആശുപത്രിക്ക് ഫീസ് അടയ്ക്കേണ്ട എന്നതാണ്. അത് എത്രമാത്രം പ്രായോഗികമാണെന്നറിയില്ല. കാരണം ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആശുപത്രി പരമാവധി ശ്രമിക്കുന്നതാണ്. അതിന് ചെലവുണ്ട്. ഒരുപക്ഷെ സർക്കാർ കോമ്പൻസേറ്റ് ചെയ്യുന്നതാവും. അല്ലാതെ സ്വകാര്യ ആശുപത്രികൾക്ക് ആ ഉത്തരവാദിത്വം താങ്ങാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം കൃത്യമാണ്, സർക്കാർ കോമ്പൻസേറ്റ് ചെയ്യുമെങ്കിൽ അതേക്കുറിച്ച് അന്വേഷണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മരിച്ച മനുഷ്യരെ വെന്റിലേറ്ററിൽ വെച്ച് ലാഭമുണ്ടാക്കാൻ ആശുപത്രികൾക്ക് കഴിയില്ല. ഇത് സത്യമാണോ എന്ന് ഇനിയും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി ചോദിച്ചാൽ അപ്പോൾ തന്നെ വാട്സാപ്പിലൂടെ വിവരം സർക്കാരിനെ അറിയിക്കുക, അവരുടെ മേൽ നടപടി ഉണ്ടാവും എന്ന പ്രഖ്യാപനമാണ്.
അതിനുവേണ്ടി പ്രത്യേകം വാട്സാപ്പ് നമ്പരും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് വാസ്തവമായിരിക്കും. എക്കാലത്തും എല്ലായിടത്തും ഇത്തരം പ്രഖ്യാപനങ്ങളുണ്ട്. അത് വിജയ് നടപ്പിലാക്കിയേക്കുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കുമുള്ളത്. കേരളത്തിൽ ഇതിനു മുമ്പ് ഇത്തരം ഒരുപാട് സുന്ദര വാഗ്ദാനങ്ങൾ നമ്മൾ കണ്ടതാണ്. KSRTC ഡ്രൈവർമാർ മോശമായി ഡ്രൈവ് ചെയ്താൽ വിവരമറിയിക്കാൻ വാട്സാപ്പ് നമ്പർ KSRTC ബസ്സിൻ്റെ പുറത്ത് ഒട്ടിച്ചിരുന്നു. പക്ഷേ നമ്പറിലെ 2-3 അക്കങ്ങൾ അവർ തന്നെ മായ്ച്ചു കളഞ്ഞു. അങ്ങനെയൊന്നും ആവില്ല. വിജയുടെ കാലത്തുനിന്ന് പ്രതീക്ഷയാണ് തമിഴ്നാട്ടിലെ വിജയ് ഭക്തർക്ക്. ഏറ്റവും ഒടുവിൽ ശ്രദ്ധ നേടുന്നത് VD സതീശനോട് നമ്മൾ കുറച്ചു കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നടപടി വിജയ് നടപ്പിലാക്കിയതിൻ്റെ പേരിലാണ്. മന്ത്രിമാരും MLA മാരും സർക്കാർ ആശുപത്രികളിൽ നിന്ന് മാത്രമേ ചികിത്സ തേടാവൂ. സ്വകാര്യ ആശുപത്രികൾ ചികിത്സിച്ചാൽ സർക്കാർ പണം തരില്ല, സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുക്കാം എന്നതാണ് ഈ നിർണായകമായ തീരുമാനം. ഇത് എല്ലാവരും നടപ്പിലാക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ മാത്രം പോകാൻ വിശ്വാസമുള്ളവർക്ക് അങ്ങനെയാവാം. പക്ഷേ ആ പണം റീഇംബേഴ്സ് ചെയ്ത് കിട്ടില്ല. പണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകണം. മന്ത്രി ചെങ്കോട്ടയ്യർ കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചത് അതിനിടയിൽ വിവാദമായിരുന്നു. ഒടുവിൽ ചെങ്കോട്ടയ്യർ പറഞ്ഞു, ഞാൻ ഖജനാവിൽ നിന്ന് പണമെടുക്കുന്നില്ല, സ്വന്തം പോക്കറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്, എനിക്ക് ചികിത്സ സൗജന്യമാണെന്ന്. അതിന് അനുവദിക്കും, പക്ഷേ ഖജനാവിൽ നിന്ന് പണം ഒരിക്കലും കൊടുക്കില്ല. നമ്മുടെ സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണിത്. കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രി കസേരയിലിരുന്ന് പിണറായി വിജയൻ ചികിത്സയ്ക്ക് വേണ്ടി മുടക്കിയത് കുറഞ്ഞത് 10 കോടി രൂപയാണ്. പിണറായിയും ഭാര്യയും മകളും കൊച്ചുമകനുമൊക്കെ പിണറായി ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പറന്ന ചെലവിൽ നമ്മൾ വിമാനക്കൂലി കൊടുത്തു. ഫസ്റ്റ് ക്ലാസ് ലോഡ്ജിലിരിക്കാൻ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തു. ചികിത്സാ ചെലവിന് മാത്രം നമ്മൾ കോടികൾ വാരിയെറിഞ്ഞു. കേരളത്തിനകത്തും പുറത്തും അമേരിക്കയിലും ഒക്കെ പിണറായി വിജയൻ ചികിത്സിക്കാൻ പോയത് നമ്മുടെ ചെലവിലായിരുന്നു. സമ്പന്നരായ മന്ത്രിമാർ വരെ നമ്മുടെ ഖജനാവിൽ നിന്നും പണം കൈയിട്ട് വാരി. അന്തരിച്ച തോമസ് ചാണ്ടി മന്ത്രിയായിരുന്നപ്പോൾ ശതകോടീശ്വരനായിരുന്നിട്ടും ഖജനാവിൽ നിന്നാണ് നമ്മൾ പണം കൊടുത്തത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇവിടെ മെഡിസിപ്പ് ഉള്ളപ്പോൾ എന്തിനാണ് മന്ത്രിമാർക്കും MLA-മാർക്കും സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നത്? സർക്കാർ ആശുപത്രികളിൽ ചികിത്സയാക്കുക, അല്ലെങ്കിൽ സ്വകാര്യ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക. അങ്ങനെ എടുത്തു കൊടുത്താൽ സർക്കാരിൻ്റെ ബാധ്യത കുറയ്ക്കാവുന്നതാണ്. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി വിജയ്ക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശന് അത് ചെയ്യാൻ കഴിയില്ലേ? ഖജനാവിലെ പണം ലാഭിക്കാനുള്ള ഇത്തരം വഴികളിലൂടെ വിജയ് കയ്യടി നേടുമ്പോൾ ഇങ്ങനൊരു മുഖ്യമന്ത്രി സ്വപ്നത്തിൽ മാത്രം തങ്ങൾക്ക് കൂടി ഇങ്ങനൊരു മുഖ്യമന്ത്രി കിട്ടിയിരുന്നെങ്കിലെന്ന് VD സതീശൻ കണ്ടു പഠിക്കട്ടെ വിജയ് എന്ന പുതുപുത്തൻ മുഖ്യമന്ത്രിയെ.